ആരംഭിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ജോയ് കൂട്ടൂരാണ്. ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ കോ-ഫൗണ്ടറും ട്രസ്റ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമാണ്. സിസ്റ്റർ റൊസാൽബ FSc, സിസ്റ്റർ ഹോസ്പിറ്റലിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. എൻ്റെ അടുത്ത് ഭാഗത്തിരിക്കുന്നത് ശ്രീ ബെന്നി തെക്കിനിയത്താണ്, ഹോസ്പിറ്റലിൻ്റെ ട്രസ്റ്റിയാണ്. അതുപോലെ തന്നെ വല്ലച്ചിറ പഞ്ചായത്ത് മെമ്പറുമാണ്. ഞങ്ങൾ ഇന്നിവിടെ വന്നത് ഞങ്ങളുടെ ഉള്ളിലെ 5 വർഷമായിട്ട് കെട്ടിക്കിടക്കുന്ന വലിയൊരു വേദന, അത് ഈ സമയത്തെങ്കിലും ഞങ്ങൾ പൊതുസമൂഹത്തിന്റെ മുൻപിൽ പറഞ്ഞിരിക്കേ ആ വേദനയോടുകൂടെ ഞങ്ങൾ മരിക്കേണ്ടി വരും. അത്രയും ഗൗരവമുള്ള ഒരു വിഷയം നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ മുൻ DMO ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കേരള സർക്കാർ DHS പോസ്റ്റിൽ നിന്ന് മാറ്റിയ ഡോക്ടർ KJ റീന, അവരെ തൃശ്ശൂർ ജില്ലയിലെ DMO ആയിരുന്ന സമയത്ത് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിനോടെന്നല്ല കിടപ്പരോഗാവസ്ഥയിൽ കഴിയുന്ന രോഗികളോട് ചെയ്ത കൊടും ക്രൂരത, അത് ഇപ്പോഴെങ്കിലും പൊതുസമൂഹത്തിന് മുൻപിലെ കൊണ്ടുവന്നിരിക്കലേ അത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ചയായി കണക്കാക്കപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിലെ ഈ വിവരം അറിയിക്കാനായിട്ട് വന്നത്. അന്ന് ഒരു കോളിളക്കം പോലെയാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൽ പൂട്ടിച്ചത്. ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രി എന്ന് പറയുന്നത് വൃദ്ധർക്കും കിടപ്പ് രോഗികൾക്കും മരണാസന്നർക്കും വേണ്ടിയുള്ള ഒരു സൗജന്യ പരിചരണ ആശുപത്രിയാണ്. പാലിയേറ്റീവ് കെയർ രംഗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രി കിടപ്പ് രോഗികൾക്ക് വേണ്ടി സൗജന്യമായി പ്രവർത്തിക്കാൻ ഇടയായത്. നോബൽ ഹോസ്പിറ്റലാണ്. അവിടെ അഡ്മിഷൻ മുതൽ ഭക്ഷണം, താമസം, ഡോക്ടേഴ്സ് കെയർ, നേഴ്സിംഗ് കെയർ, ഫിസിയോതെറാപ്പി എല്ലാം ഞങ്ങൾ കിടപ്പ് രോഗികൾക്ക് സൗജന്യമായിട്ട് 10 വർഷം, ഇത് 10ാമത്തെ വർഷം, 10 വർഷമായിട്ട് നൽകി വരിക. 1000-ലധികം പേര് അവിടെ കിടന്ന് സാന്ത്വന മരണം കൂടിയ സ്ഥലമാണ്. 2021 കോവിഡ് വന്ന സമയത്ത് ജൂൺ മാസം 2-ാം തീയതി ഡോക്ടർ റീന ആശുപത്രിയിൽ ഒരു മിന്നൽ പരിശോധന എന്ന വ്യാജേന, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് നോട്ട് ചെയ്യേണ്ടതാണ്, മിന്നൽ പരിശോധന എന്ന വ്യാജേന അവർ വരികയും സത്വരമായി ആശുപത്രി പൂട്ടാൻ ഉത്തരവിടുകയും ചെയ്തു. മെയ് മാസത്തിലെ കോവിഡിന്റെ ലക്ഷണങ്ങൾ കിടപ്പ് രോഗികളിൽ കണ്ടപ്പോൾ ഞങ്ങൾ ഉടനെ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്ത് ആശുപത്രിയുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ 45ഓളം പേരുടെ കോവിഡ് ടെസ്റ്റ്, അന്ന് ഇന്നത്തെ സാഹചര്യം എന്നല്ല, ഭയങ്കര ലോക്ക്ഡൌണും ഭയങ്കര ടെൻഷനൊക്കെ നിൽക്കുന്ന സമയമാണ്. ഒരു രോഗിക്ക് ആശുപത്രിയുടെ ചെലവിലെ 1500 രൂപ പ്രകാരം 45ഓളം രോഗികളെ ഞങ്ങൾ ടെസ്റ്റ് നടത്തി. കാരണം ആർക്കൊക്കെയാണെന്നുള്ളതെന്ന് അറിയാൻ വേണ്ടി ലക്ഷണം കണ്ടപ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നി ചെയ്തതാണ്. ഉദ്ദേശം 6-7 പേര്, കൃത്യമായിട്ട് നമ്പർ എനിക്ക് ഓർമ്മയില്ല, ഡാറ്റകളൊക്കെ കൃത്യം നമ്മുടെ കയ്യിലുണ്ട്. കോവിഡ് കണ്ടെത്തി. ഞങ്ങൾ അത് വല്ലച്ചിറ ആരോഗ്യ കേന്ദ്രത്തിൽ അറിയിച്ചു. ഉടനെ തൊട്ട് പിറ്റേ ദിവസം DMO ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഇവിടെ നിന്നാണ് കാര്യങ്ങളുടെ പോക്ക്. DMO ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഫാദറെ, ശാന്തിഭവനിലെ ഓരോ ബെഡിലും സെൻട്രലൈസ്ഡ് ഓക്സിജൻ സംവിധാനമുണ്ട്. ഈ രോഗികളെ സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നാൽ അവർക്ക് ഓക്സിജൻ സൗകര്യം കൊടുക്കാനായിട്ട് സാധിക്കില്ല.
ഫാദറിന് അവർക്ക് അവിടെ സംരക്ഷണം കൊടുത്തുകൂടെ? അപ്പൊ ഞാൻ പറഞ്ഞു 100% ഞങ്ങൾ അതിന് തയ്യാറാണ്. ഓക്സിജൻ ഇവിടെ 24 hours ഉണ്ട്, സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ്, കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യാം. അവർ ഇവരെ പ്രത്യേകം മാറ്റാൻ പറഞ്ഞു, കോവിഡ് ഉള്ളവരെ പ്രത്യേകം മാറ്റി, പിന്നെ ബാക്കിയുള്ളവരെ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ജൂൺ 2 DMO പറയാണ്, ഞാൻ മിന്നൽ പരിശോധനയിൽ കോവിഡ് രോഗികളെ ശാന്തിഭവനിൽ കണ്ടെത്തി. ഇത് പറഞ്ഞതിന്റെ പേരിൽ വിഷമം പറയാൻ വന്നതല്ല, ഇതൊക്കെ നമുക്ക് സഹിക്കാം, ക്ഷമിക്കാം. പക്ഷെ അവര് എഴുതി വെച്ച ഉത്തരവിൽ അത് ഞങ്ങൾക്ക് ആ ഉത്തരവിൽ അവർ എഴുതി വെച്ചത് നീക്കം ചെയ്ത് കിട്ടുന്നത് വരെ ആ വേദന ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങളുടെ ഈ വേദന അറിയിക്കാൻ കൂടി വേണ്ടിയാണ് ഈ അവസരം ഞങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. അവരെ എഴുതി വെച്ച് എന്താണെന്ന് അറിയാമോ? ശാന്തിഭവൻ പരേഡ് ഹോസ്പിറ്റലിലെ അനുവാദമില്ലാതെ കോവിഡ് ആശുപത്രി നടത്തി. ഞങ്ങള് അവിടെ മാസങ്ങളായിട്ട് സ്വീകരിച്ച കിടപ്പ് രോഗികള്, അത് സൗജന്യമായിട്ട് പരിചരിച്ചുകൊണ്ടിരിക്കുന്ന കിടപ്പ് രൂപികള്, അവർക്ക് കോവിഡ് വന്നപ്പോൾ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് സർക്കാരിനെ റിപ്പോർട്ട് ചെയ്തിട്ട് അത് കോവിഡ് ആശുപത്രി ശാന്തിഭവൻ നടത്തി എന്ന് റിപ്പോർട്ടാക്കി, അതിനെതിരെ കേസാക്കി. ഇനി തന്നെയല്ല, അടുത്തത് ഇതൊരു നോബൽ ഹോസ്പിറ്റലാണ്. സർവീസസിന്റെ റേറ്റ് ആശുപത്രിയുടെ മുൻഭാഗത്ത് പ്രദർശിപ്പിക്കാത്തത് അടുത്ത കുറ്റം. ഞാൻ കോവിഡ് ആശുപത്രി നടത്തിയിട്ടില്ല, പക്ഷെ അത് അവരതങ്ങനെ റിപ്പോർട്ട് ചെയ്തു. പിന്നെ അവർ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് അറിയാമോ? അവർ പറഞ്ഞു, ഇത്രയും കുറഞ്ഞ ബെഡുകളുള്ള ഒരു ആശുപത്രിയിലെ 45 മാസം മറ്റോ ആണ് അന്നായിരുന്നത് ആശുപത്രി തുടങ്ങിയിട്ട്. അതിലെ 322ഓളം പേര് മരണപ്പെട്ടതായിട്ട് കാണും. ഇത് മരണാസന്നരെ പരിചരിക്കാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി നൽകിയ ഇന്ത്യയിൽ ആദ്യത്തെ ഒരു സംരംഭമാണ്. 2015 കല്ലിട്ട് നമ്മൾ 2016 പൂർത്തിയാക്കി 2017 ആരംഭിച്ച ആശുപത്രി. 2021 ആയപ്പോഴേക്കും 322 പേര് നമ്മളവിടെ സാന്ത്വന പരിചരണം നൽകി അവരെ മരണപ്പെട്ടു. അതിൽ ദുരൂഹതയുണ്ടെന്ന് നമ്മുടെ അന്നത്തെ DMO, ഇപ്പോ കേരള സർക്കാര് DHSൽ നിന്ന് മാറ്റിയ ഡോക്ടർ KJ റീന എഴുതി വെച്ചത് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. അതിൽ ദുരൂഹതയുണ്ട്. എന്നിട്ട് അവർ എഴുതി വെച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണം. ഇനി 5 വർഷമായിട്ട് എന്തേ ഇത്ര നാള് ഫാദർ എവിടെയായിരുന്നു? സ്വാഭാവികമായിട്ട് പൊതുസമൂഹം ചോദിക്കും. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങള് പത്രസമ്മേളനം വിളിച്ച് ഞങ്ങളുടെ വേദന അറിയിക്കണമെന്നൊക്കെ ഞങ്ങളെല്ലാം ഒരുങ്ങി. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ നിയമോപദേശം, അതുപോലെ തന്നെ അന്നത്തെ സർക്കാരിന്റെ നേതൃത്വം കൊടുത്തിരുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ പറഞ്ഞു, ഫാദറെ അതിന് പോകേണ്ട, ഞങ്ങള് അത് പരിഹരിച്ചു തരാം. പക്ഷേ ഇന്ന് തുറക്കും, നാളെ തുറക്കും, മറ്റന്നാൾ തുറക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാത്തിരുത്തി 41 ദിവസമാണ് ഈ ആശുപത്രി ഡോക്ടർ റീനയുടെ ധാർഷ്ട്യത്തിൽ പൂട്ടിയിട്ടത്. അതിൽ ഡോക്ടർ റീന 41 ദിവസം പൂട്ടിയിടുന്നതിനിടയിൽ ഞാൻ മിക്കവാറും ദിവസം DMO ഓഫീസിലേക്ക് ചെല്ലും. അത്രയ്ക്കും എളിമപ്പെട്ട് തല കുനിച്ച് കൈകൂപ്പി. പക്ഷേ അവരെന്നെ കാണാൻ കൂട്ടാക്കാറില്ല. ഒരു ദിവസം തൊട്ടടുത്ത് കണ്ടപ്പോ ആള് ചാടി ഓടി. അത്രയ്ക്കും ഒരു വൈരാഗ്യ മനസ്ഥിതി. താൻ എഴുതി വെച്ചതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു അത്രമാത്രം. അന്നത്തെ ബഹുമാനപ്പെട്ട തൃശ്ശൂർ ജില്ലാ കലക്ടർ ഷാനവാസ് സാറിനോട് ഞാൻ നന്ദി പറയാം. അദ്ദേഹം പല പ്രാവശ്യം DMO സാറിനോട് പറഞ്ഞു അത് തുറക്കേണ്ടതാണ്. അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പലരും പറഞ്ഞു, ചില മന്ത്രിമാര് പറഞ്ഞു. അപ്പോഴൊക്കെ പുള്ളിക്കാരി പറഞ്ഞിരുന്നത് എഴുതിത്തായോ, ഞാൻ തുറക്കാം. കഴിഞ്ഞ ദിവസം മുൻ മന്ത്രി ഗണേഷ് കുമാർ സാറ് നിയമസഭാ കമ്മിറ്റിയെ പോലും ഇവരെ അനുസരിക്കുന്നില്ല അല്ലെങ്കിൽ മാനിക്കാൻ തയ്യാറില്ല എന്ന്
പറഞ്ഞപ്പോ അപ്പൊ കുറച്ച് ശമനായി. കാരണം എന്താ വെച്ചാൽ എന്നോടുള്ള മാത്രം പ്രശ്നമല്ല, ഇത് ഇവരുടെ ഒരു പൊതു സ്വഭാവമാണ്. കേരള സർക്കാർ, ഞാൻ പറയട്ടെ, കഴിഞ്ഞ കേരള സർക്കാരിലെ, ഇപ്പോഴത്തെ സർക്കാരില്ല, മുമ്പത്തെ സർക്കാരിലെ ഇവർക്കെതിരെ ചാലക്കുടിയിലുള്ള ഒരു ഭിന്നശേഷിക്കാരിയായ ഒരു ഡോക്ടർ, അവർക്ക് വലിയ സംരക്ഷണം സർക്കാരുകൾ കൊടുക്കുന്നുണ്ട്. അതായത് ഭിന്നശേഷിയുള്ളവർക്ക് അവരുടെ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളിലെ സർക്കാർ കേന്ദ്രങ്ങളിൽ ജോലി കൊടുക്കണമെന്നുള്ള വ്യവസ്ഥയൊക്കെ ഉണ്ട്. അത് കാറ്റിൽ പറത്തിക്കൊണ്ട് ആ ഡോക്ടറെ വിദൂരത്തേക്ക് ഈ സ്ഥലം മാറ്റിയപ്പോ ഇവര് ഭിന്നശേഷി കമ്മീഷണറുടെ അടുത്ത് പരാതി കൊടുത്തു. ഇത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, ഇതൊക്കെ മാധ്യമങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അന്നത്തെ കാലത്ത്. അങ്ങനെ ഈ ഭിന്നശേഷിക്കാരിയെ ഡോക്ടർക്കെതിരെ തൃശൂർ DMO സ്വീകരിച്ച നടപടി അത് ക്യാൻസൽ ചെയ്ത് ഈ DMO ഡോക്ടർ റീനയ്ക്ക് ഇനി കൂടുതൽ പദവികളൊന്നും കൊടുക്കരുതെന്നുള്ള ശുപാർശ ഭിന്നശേഷി കമ്മീഷണർ നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കയ്യിലിരിക്കെയാണ് ഈ ഡോക്ടർ KJ റീനയെ കേരള സംസ്ഥാനത്തിന്റെ എന്താക്കി മാറ്റുന്നത്, ഡയറക്ടറാക്കി മാറ്റുന്നത്. ഞങ്ങള് പല പ്രാവശ്യം ശാന്തിപം പാലിയേറ്റീവ് ആശുപത്രിയുടെ സൗജന്യ പ്രവർത്തനങ്ങളെ ബലപ്പെടുത്താൻ സർക്കാരിന്റെ പിന്തുണ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ കേരള ആരോഗ്യ വകുപ്പിനെ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. അങ്ങനെ സമീപിച്ച് ചർച്ചകളൊക്കെ ചെയ്ത് ഏറ്റവും നല്ലൊരു സംവിധാനക്രമം ശാന്തിഭവന്റെയും കൂടി ഉള്ള സേവനത്തെ ഉൾപ്പെടുത്തി ചെയ്യാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ അവസാനം ഞങ്ങൾ ചെന്ന് കാണേണ്ട ആള് ഞങ്ങളെ കുരിശിൽ തറച്ച ഡോക്ടർ റീനയാണ്. അങ്ങനെ ഞങ്ങള് പല പ്രാവശ്യം സെക്രട്ടേറിയറ്റിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് കേരള ആരോഗ്യ വകുപ്പിന്റെ ക്രമങ്ങൾ ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ട്. ഇപ്പോ ഡോക്ടർ റീനയെ DHSൽ നിന്ന് മാറ്റിയപ്പോ എനിക്ക് കിടപ്പ് രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന സർവീസിലെ ഇനി വലിയൊരു തുറവി ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയുണ്ടായി. മുൻപത്തെ ആരോഗ്യമന്ത്രിക്ക് ഈ രോഗം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിതില് ഒരു പൊളിറ്റിക്സും പറയുന്നതല്ല, കാരണം അന്നത്തെ സർക്കാരിലെ പ്രവർത്തിച്ച മന്ത്രിമാർ തന്നെയാണ് ഇത് തുറക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി കുറെ അധ്വാനിച്ചത്. പക്ഷെ ഇപ്പോ ആരോഗ്യമന്ത്രി മുരളീധരൻ ആരോഗ്യമന്ത്രി ഒരു മാസം തികയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് രോഗം പെട്ടെന്ന് പിടികിട്ടി. അപ്പൊ അതില് ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ഉള്ള പ്രത്യേക എന്റെ അഭിവാദ്യങ്ങളും നന്ദിയും സ്നേഹം അറിയിക്കുന്നതോടൊപ്പം ശാന്തിപം പാലിയേറ്റീവ് ഹോസ്പിറ്റലിനെതിരെ ഡോക്ടർ KJ റീന തയ്യാറാക്കിയ ആ ഉത്തരവ് അത് റദ്ദ് ചെയ്ത് ആശുപത്രിയുടെ സേവന പ്രവർത്തനങ്ങളുടെ ആ സുതാര്യത ഉറപ്പുവരുത്താൻ സഹായിക്കണമെന്ന് കേരള സർക്കാരിനോട് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുക. അതിനുവേണ്ടി ഞങ്ങൾ നിവേദനം തയ്യാറാക്കിയ അടുത്ത ദിവസം മന്ത്രിയെ സമീപിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇതിന്റെ തുടർച്ചയായിട്ട് അന്ന് ഒരു പ്രാദേശിക നേതാവാണ് ഡോക്ടർ റീനയെ കോർഡിനേറ്റ് ചെയ്തത്. അവർക്ക് നിക്ഷിപ്ത താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. ആൾക്ക് നിക്ഷിപ്ത താല്പര്യമുണ്ട്, പക്ഷെ പുറത്ത് കാണിക്കില്ല. പല സൂത്രങ്ങളും വിദ്യകളും ഉള്ള വ്യക്തിയാണ് ഡോക്ടർ റീന. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും ശാന്തിപം പാലിയേറ്റീവ് ആശുപത്രി വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഹോസ്പിറ്റലിന്റെ 2ാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കി കംപ്ലീഷന് കൊടുത്തിട്ട് ബിൽഡിങ്ങിന് യാതൊരു വയലേഷനും ഉണ്ടാകാതിരിക്കെ ഇതിന്റെ ബാക്കി പത്രമായിട്ട് ഓരോരോ അനാവശ്യമായ കാര്യങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരാതെ പിന്നീട് നടന്ന കൺസ്ട്രക്ഷന്റെ കാര്യം പറയുന്നത് അത് തരാതെ ഇപ്പോഴും ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ വേദനകൾ പങ്കുവെക്കാനും റിപ്പോർട്ട് ചെയ്യാനും വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നത്. അത്രയാണ് ഞങ്ങൾക്ക് ഇതിലെ കാര്യം എന്താണെന്ന് വെച്ചാല് ഇപ്പം മെഡിക്കൽ രംഗം ഇപ്പോൾ ഒരു കോടതിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിൽ പിന്നെ കോടതിക്ക് വേറൊരു മെഡിക്കൽ എക്സ്പേർട്ടിനെ വെച്ച് പരിശോധിക്കേണ്ടി വരും. അപ്പൊ അത് സർക്കാരാണ് അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ബോഡി ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട്. അപ്പൊ നമ്മൾ പോയിട്ട് ഈ DHS ആക്കി ഉയർത്തിയ ആളുടെ അടുത്ത് നമ്മൾ ആ സംവിധാനത്തിലുള്ള ഈ ആളെ പറ്റി പരാതി പറഞ്ഞാൽ നമുക്കൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ അവരുടെ കുറവ് സംസ്ഥാനം ശ്രദ്ധിച്ചപ്പോ ഞങ്ങൾ വേഗം ഓടി വന്നത്. ഇപ്പൊ
അതിന് വേറെ കാര്യമുണ്ട്. ഞങ്ങളുടെ മനസ്സിലാക്കണം, ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഞങ്ങള് വക്കീലിനെ കണ്ട് ഇതൊക്കെ തയ്യാറാക്കിയതാണ്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ നിയമോപദേശം അനുസരിച്ച് ഇതിലെ ഇവര് പരാമർശിച്ച കാര്യങ്ങളുണ്ടല്ലോ, ഈ പരാമർശിച്ച കാര്യങ്ങള് ഇതിന്റെ വിശദാംശങ്ങളുടെ പരിശോധന സർക്കാർ തലത്തിൽ നടത്താതെ നമ്മൾ നേരെ നിയമ സംവിധാനങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നിയമ സംവിധാനങ്ങളിലേക്ക് പോയി സർക്കാരിനെ പരിശോധിച്ച് ക്ലിയർ ചെയ്താൽ മാത്രമേ അത് ക്ലിയർ ആവുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നമ്മൾ പറയും തോറും അത് മുറുകി മുറുകി വരും. ഇതിൽ വരുന്ന DMO ഓഫീസിൽ നിന്ന് കിടപ്പുറത്ത് രോഗികളെ എങ്ങനെ പരിചരിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. DMO ആണ് ആവശ്യപ്പെട്ടത്. DMO ഓഫീസിൽ ഒരു ഡോക്ടർ ഫോൺ വഴി അല്ലല്ല ഫോൺ വഴി ശരി. പിന്നെ അല്ല തീർച്ചയായിട്ടും അല്ല അതാണ് അതിന്റെ കാര്യം. അതായത് അത് ഞാൻ പറയാം അതായത് മരണാസന്നതയാണ് നമ്മുടെ ഈ പാലിയേറ്റീവ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലാതെ മറ്റാശുപത്രികളുടെ പോലത്തെ സ്റ്റാറ്റസ് അല്ല. പാലിയേറ്റീവ് ഞാൻ പറയാം പാലിയേറ്റീവ് കെയറിനാണ് വരുന്നത്. മരണാസന്നരായവര് അവർക്ക് വീട്ടിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത ലാസ്റ്റ് സ്റ്റേജിലുള്ള രോഗികളെ കൊണ്ടുവരണേ, അല്ലാതെ ട്രീറ്റ്മെന്റിന് കൊണ്ടുവരുന്നതല്ല. ഇപ്പൊ നമുക്ക് 1000-ലധികം നമ്മളുടെ തൃശ്ശൂർ ജില്ല മാത്രമല്ല. ഈ സംവിധാനം കേരളത്തിലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മളെ തുടങ്ങുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഹ്രസ്വകാല പരിചരണമാണ് സാധാരണ പാലിയേറ്റീവ് കെയർ ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ ഈ ആശുപത്രി പരിചരണ സംവിധാനം വന്നപ്പോ ദീർഘകാല പരിചരണം കൂടി പാലിയേറ്റീവ് രംഗത്ത് ഓപ്പൺ ആവുകയും ചെയ്തു. കോവിഡ് ബാധിച്ചിട്ട് അവിടെ മരിച്ചില്ല, വല്ല 1-2 പേരൊക്കെ ഉണ്ടാവും. അതായത് പഞ്ചായത്തിന്റെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കാര്യം. അതായത് അല്ല അതിന് വേറെ കാര്യമുണ്ട്. പരിശോധനയ്ക്ക് മുൻപേ തന്നെ നമ്മൾ ടെസ്റ്റുകളെല്ലാം ചെയ്ത് നമ്മൾ പഞ്ചായത്തിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മറച്ചു വെച്ചിട്ടാണ് ഈ പരിപാടികൾ. അതായത് ഞാൻ പറയട്ടെ, DMO ആണ് ഈ വൾണറബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെ കോവിഡ് വന്നപ്പോ മാറ്റാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥ. അവരത് ചെയ്യാതെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു, നമ്മൾ ടെസ്റ്റ് റിപ്പോർട്ട് ചെയ്തു, അവർക്ക് അയച്ചു കൊടുത്തു. അവരാണ് ആക്ഷൻ എടുക്കേണ്ടത്. ആ ആക്ഷൻ എടുക്കുന്നത് ചെയ്യാതെ വന്നപ്പോ അവരുടെ മേലേക്ക് വരാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു, മിന്നൽ പരിശോധന നടത്തി കോവിഡ് രോഗികളെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യുക ചെയ്തത്. അവിടെയാണ് നമ്മളുടെ വേദന. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് നടപടിക്രമങ്ങൾ ചെയ്യാതെ വന്നിരുന്ന് പറയുന്നതല്ല, എല്ലാ ക്രമവും നമ്മൾ ചെയ്തു. 40 അല്ലല്ലേ. അതായത് അല്ല ഞാൻ പറഞ്ഞുതരാം, ഈ നമ്മുടെ റെസിഡന്റ് ഡോക്ടർക്ക് 48 മണിക്കൂറിന് മുമ്പ് ഇവര് വന്ന് പരിശോധന നടത്തുന്ന 48 മണിക്കൂറിന് മുമ്പ് ആൾക്ക് കോവിഡ് വന്നു. അപ്പൊ കോവിഡ് വന്ന് പിന്നെ നമ്മുടെ പല നേഴ്സസിനും കോവിഡ് വന്നു. നമ്മൾ വളരെ തിങ്ങിയിരിങ്ങിയിട്ടാണ് എന്ത് ചെയ്യണത്, ഈ ടെസ്റ്റ് അല്ല ഈ സർവീസ് നടത്തിക്കൊണ്ട് പോകുന്നത്. സ്റ്റാഫ് ഷോർട്ടേജിൽ ഞങ്ങൾക്ക് കോവിഡ് വന്നിട്ടുള്ള അവസ്ഥ നമ്മുടെ ഡോക്ടർക്കടക്കം നമ്മൾ എന്ത് ചെയ്യും. എന്നാൽ ഈ കോവിഡ് വന്നവരെ അവര് അന്ന് വന്ന് ഷോ വർക്ക് കാണിച്ച് 9ഓളം ആംബുലൻസസ് നമുക്ക് വളരെ ക്രൂരമായ പ്രവൃത്തിയായിരുന്നു. എന്താണെന്നറിയുമോ, കഴിക്കവരെ കൊണ്ടുപോയി ഇത്തിരി ശമനമുണ്ട്. ഇവരെന്ത് ചെയ്തെന്നറിയും, ആശുപത്രിയിൽ 1.5 മണിക്കൂർ സമയം AC അല്ലാത്ത ആംബുലൻസില് 1.5 മണിക്കൂർ സമയം കിടപ്പ് രോഗികളെ നിർത്തി മാധ്യമങ്ങളുടെ ആ ഷൂട്ടിങ് കിട്ടുന്നത് വരെ ആളോട് പിടിച്ചു നിർത്തി. എന്നിട്ടാണ് ആ വണ്ടി എല്ലാം പിന്നാലെ പറഞ്ഞു വിട്ടത്. ആ 1.5 മണിക്കൂർ ഈ ചൂട്ടത്ത് ഈ എന്താണ് AC അല്ലാത്ത ആംബുലൻസിൽ അടഞ്ഞു കിടക്കുന്ന വണ്ടിയിലുള്ളില് ഈ രോഗികൾ കിടക്കുമ്പോൾ എന്താണെന്നറിയാലോ, അത്രയ്ക്കും മനസ്സാക്കിയില്ലാതെയാണ് അവര്. ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ പ്രാക്ടിക്കൽ ആവണം. ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. ഇപ്പോ അന്ന് ഉണ്ടായ മറ്റൊരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഈ കോവിഡ് പേഷ്യൻസിനെ മാറ്റി കഴിഞ്ഞപ്പോ പിന്നെ പുള്ളിക്കാരത്തി പറഞ്ഞെന്താ, ആശുപത്രി പോകണം, ബാക്കിയുള്ള കിടപ്പ് രോഗികളെല്ലാവരും ഒന്ന് വെക്കേറ്റ് ചെയ്യും. ഓക്കെ, അത് മാഡത്തിന്റെ താല്പര്യം പോലും ചെയ്യുന്നില്ല, പിന്നൊന്നും പറയുന്നത് കേൾക്കാൻ തയ്യാറില്ലാണ്. അങ്ങനെ വന്നപ്പോ സോഷ്യൽ ജസ്റ്റിസിന്റെ ഡിപ്പാർട്ട്മെന്റുകാർ വന്നിട്ടുണ്ട്.
അവരോട് ഇവരെല്ലാവരും വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞ് ഓർഡർ ഇട്ടു. എനിക്ക് പൂട്ടേണ്ട ഉത്തരവാദിത്തമുള്ളൂ, ബാക്കി കാര്യമൊക്കെ അന്വേഷിക്കേണ്ട ആൾക്ക് നിങ്ങൾ ചെയ്താൽ പറഞ്ഞിട്ട് ആള് നമുക്ക് ഈ ഇഷ്യൂ ഉണ്ടായപ്പോ പിന്നെ ഞങ്ങൾ ഈ ആശുപത്രി തുറക്കാൻ വേണ്ടി നടക്കുക. അതൊന്നും കേൾക്കാൻ മനസ്സിൽ ഏകപക്ഷീയ നിലപാടാണ്. ഏതാ ഡോക്ടർ റീനയ്ക്ക് അല്ല, ഞങ്ങളുടെ അസസ്മെന്റ് അന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പറഞ്ഞ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. അതിന്റെ പേര് അല്ല മുൻപത്തെ വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എം മനോജ് അല്ല, ഞാൻ അതിനെ എതിർപ്പ് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ അദ്ദേഹത്തിന് ഒരു വാക്ക് ആരെ വിളിച്ചാൽ മതി, എന്നെ വിളിച്ചാൽ മതി, ഫാദർ ഇങ്ങനെ ഒരു കൊല്ലത്തു നിന്ന് ഒരു ഇത് വന്നിട്ടുണ്ട്, എന്താണ് അതിന്റെ വിഷയം, അങ്ങനെയല്ലേ ചെയ്തത്. ആള് ഡോക്ടർ റീനനെ വിളിച്ചു. ഡോക്ടർ റീനനെ വിളിച്ചപ്പോ ഡോക്ടർ റീന, അവിടെയാണ് പോയിന്റ്, ഡോക്ടർ റീന അവരുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഓഫീസ് ചെയ്യേണ്ട കാര്യം ഈ കോവിഡ് വന്നവരെ മാറ്റേണ്ടതിന് പകരം മാറ്റാതെ ഇവിടെ തന്നെ കെടുത്തുകയും എന്നിട്ട് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് ശാന്തിഭവന്റെ മേല് കെട്ടിവെക്കാൻ വേണ്ടി മിന്നൽ പരിശോധന എന്നുള്ള രീതിയിലേക്ക് ആക്കി അതിനെ മാറ്റി. ഒരു പുരുഷൻ അതെന്ത് സംഭവം, അത് അവരുടെ മകളാണ്. അല്ലല്ല അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മള് രണ്ടാക്കി തിരിച്ചല്ലോ. കോവിഡ് വന്നവരെ ഐസൊലേറ്റ് ചെയ്തു, ബാക്കിയുള്ളവരെ നമ്മള് എന്താ പറയാ അവരെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തിയേക്കല്ലേ. അതിന്റെ ഇടയിലാണ് ഇവരാകെ ഈ ലാസ്റ്റ് സ്റ്റേജിലുള്ള ആൾ തന്നെയാണ് ഈ കൊല്ലത്താണ്. അപ്പൊ ആൾ ഇതിന്റെ ഇടയിൽ മരിച്ചപ്പോ കോവിഡ് ഡിറ്റക്റ്റഡ് അല്ല. കാരണം മറ്റൊരു ഡിറ്റക്റ്റഡ് ആയവരെ നമ്മൾ മാറ്റി, ഇത് ഡിറ്റക്റ്റഡ് അല്ല. ഡിറ്റക്റ്റഡ് അല്ലാത്ത ആള് മരിച്ച നമുക്ക് പറഞ്ഞു വിടാൻ വേണ്ടി നോക്കുമ്പോ ലോക്ക്ഡൌൺ ആണ്, ജില്ല ടു ജില്ല വണ്ടി പോയില്ല. അപ്പോ ഇവിടുത്തെ ആശുപത്രിയിലത്തെ എന്തെടുത്തു, ആംബുലൻസ് എടുത്തു. ആശുപത്രിയിലെ ആംബുലൻസിൽ നമ്മളാണ് കൊണ്ടാക്കുന്നത്. അപ്പൊ എനിക്ക് ആ സമയത്ത് കോവിഡിന്റെ ലക്ഷണങ്ങൾ വന്നിരിക്കുന്ന നേരമായതുകൊണ്ട് നമ്മളുടെ ട്രസ്റ്റിമാരിൽ ഒരാളായി ജോസഫ്മാരോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈ ആളെ നിങ്ങൾ കൊണ്ടുപോകുമ്പോ ഇനി എങ്ങാനും ആൾക്ക് കോവിഡ് ഉണ്ടോ നമുക്ക് അറിയില്ല, കാരണം ഡിറ്റക്റ്റഡ് അല്ല. അപ്പൊ നിങ്ങൾ PPE കിറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയാൽ മതി, ആൾക്കാർക്ക് ആർക്കും ബുദ്ധിമുട്ട് വരുത്തരുത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് കൊല്ലത്തേക്കും. അവിടെ എത്തിയപ്പോ അവരൊരു ആന്റിജൻ ടെസ്റ്റ് നടത്തിയപ്പോഴാണ് എന്ത് പുറത്തേക്ക് വരുന്നത്, കോവിഡ് ആൾക്ക് ഉണ്ടെന്നുള്ളത് പുറത്തു വരുന്നത്. അപ്പൊ നമുക്കൊന്നും അതില് നമ്മുടെ പരിധിയിൽ വരുന്ന ഒരു വിഷയമല്ല. അപ്പൊ അവര് വിചാരിച്ചു ഇത് കോവിഡ് ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മൾ മറച്ചു പിടിച്ചിട്ട് ചെയ്തേക്കണതാണെന്നുള്ള ചിന്തയില്. പിന്നെ അതിന്റെ ഇടയിൽ ഒരു പത്രത്തിലൊരു വാർത്ത വന്നു, 4 ലക്ഷം രൂപ ഏതിന് കോവിഡ് ആയിട്ട് മരിച്ചവർക്ക് കിട്ടുന്നുള്ള വാർത്ത. അപ്പോ വിചാരിച്ചു അവർക്ക് നഷ്ടപരിഹാരമൊക്കെ എങ്ങനെയൊക്കെ കിട്ടുന്നുള്ള ചിന്തയിലാണ് അന്ന് അവര് അപേക്ഷയ്ക്ക് വെച്ചത്. പക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് അത് എന്നോടൊന്ന് വിളിച്ചിട്ട് ഫാദർ ഇങ്ങനെ കാര്യം എന്താണെന്നുള്ള കാര്യം പറഞ്ഞാൽ നമുക്കത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനും അത് DMO എത്തിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ എത്തിക്കാനൊക്കെ നമുക്ക് സമയം കിട്ടില്ല. അല്ല അതിന് വേറെ കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഓഫീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്. അതിന്റെ ഹെഡ് വരുമ്പോ നമ്മൾ ഈ കാര്യം പറയുമ്പോൾ അത് മുകളിലേക്ക് എടുക്കണ്ടേ, ഇത്ര കാര്യം. അവിടെയാണ് നമുക്ക് ഇവര് അത് അവരുടെ ഉത്തരവാദിത്തം മറച്ചു പിടിക്കാനാണ് ഇത് ഇങ്ങനെ ഒരു അടി അടിച്ചെന്നുള്ള വിലയിരുത്തൽ വരുന്നത്. ഇല്ല ഒരാൾ മാത്രം ആകെ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മാധ്യമങ്ങളെ വിളിച്ചു. അന്ന് മാധ്യമങ്ങളെ വിളിച്ച് രസം എന്താ വെച്ചാൽ ആള് കാലത്ത് വന്നതാ. മാധ്യമങ്ങൾ വരുന്നു എന്ന് കണ്ടപ്പോ ആള് പുറത്തേക്ക് പോയി, അവരുടെ ടീം പുറത്തു പോയി. എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടെ വന്ന് സെറ്റായി എന്ന് കണ്ടപ്പോ മാത്രമാണ് DMO ഒരു ഒഫീഷ്യൽ വിസിറ്റ് എന്നുള്ള നിലയിൽ ആള് വീണ്ടും കയറി വരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അന്ന് ഇതിന്റെ പിന്നാലെ ഞങ്ങൾ പറഞ്ഞു നിൽക്കുമ്പോ നിങ്ങളും ചിലപ്പോ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങളെ അവർ പറ്റിച്ചിട്ടുണ്ട്. സത്യത്തിൽ അന്നത്തെ മാധ്യമ പ്രവർത്തകരായിട്ട് നിന്നവരെ അവർ പറ്റിച്ചിട്ടുണ്ട്. കാരണം അവര് അല്ല ഞാൻ പറയാം, അതാ ഞാൻ പറഞ്ഞത് അവര് നിങ്ങൾക്ക് തന്ന ഡേറ്റ തെറ്റാണ്, അതാ ഞാൻ പറയണേ. അപ്പൊ ആ തെറ്റായ ഡേറ്റ ഒരു DMO പറയുമ്പോ ഞങ്ങൾക്ക് അത് മാറ്റാൻ പറ്റില്ല. അല്ല പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ്
അല്ലല്ല, അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് പഞ്ചായത്ത് പ്രസിഡന്റ് DMOയും അവര് തമ്മില് അതൊരു അവിശുദ്ധ ബന്ധം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങളൊന്നും ഈ പറയാൻ വേണ്ടി പറയുന്നതല്ല, കൃത്യമായിട്ട് വായിച്ചൊക്കെ കാണാൻ പറ്റും. ഇതിലൊന്നും ഇതിലെഴുതാത്തതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഇറ്റ് ഈസ് ഇംപ്ലൈഡ് ഇൻ ഇറ്റ്. അല്ലാണ്ട് ഞങ്ങള് ഒപ്പത്തിനൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് വർത്തമാനം പറയുന്നതല്ല. ഞങ്ങള് അവരുടെ ഉത്തരവ് ഗവൺമെന്റ് കേരള മന്ത്രിക്ക് ഞങ്ങള് അത് പുനഃപരിശോധിക്കണമെന്നും അവരുടെ നിയമ ലംഘനത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഞങ്ങള് സത്യത്തിൽ അവരെ പുറത്താക്കാൻ വേണ്ട, അവരെ വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. അവരിപ്പോ പറയുന്നുണ്ട് ഒരു വാക്ക് പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞെങ്കിൽ. അങ്ങനെയൊക്കെയുള്ള ഒരു മനസാക്ഷിയുള്ള ആളായിരുന്നെങ്കിൽ ഒരിക്കലും ഈ അവസ്ഥ കിടപ്പ് രോഗികളുടെ അടുത്ത് ചെയ്യില്ലായിരുന്നു. ഇതൊരു വൾണറബിൾ ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന സർവീസ് അല്ലേ. എല്ലാ സംവിധാനങ്ങളും ഒരിക്കൽ പോലും ഞാൻ പറയുന്നതേ, നമ്മളൊരു സേവനം നമുക്ക് വേണ്ടി ചെയ്യുന്നു, നമ്മൾ സന്തോഷമുണ്ട് ഉറപ്പായിട്ടും. ഇങ്ങനെ ഒരു സർവീസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരാളെ സഹായിക്കുന്നതിന് സന്തോഷമൊക്കെ നമുക്കുണ്ട്. പക്ഷെ നിയമപരമായിട്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും പോകേണ്ടത്. നമ്മളുടെ അടുത്ത് ആവശ്യത്തിനുള്ള ഗൈഡൻസും ഇടപെടലുകളൊക്കെ വരുത്തേണ്ടത് ഉദ്യോഗസ്ഥന്മാർ ഉത്തരവാദിത്തമാണ്. ഇനിയിപ്പം നമ്മൾ ചെല്ലുമ്പോൾ മാനിച്ചാലും മതി. ഇതൊക്കെ ആകെ തിരക്കാം. ഞാൻ ഇത് പറയുന്നത് അടച്ച കുറ്റം പറയുന്നതല്ല, ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കേണ്ടത് നമ്മളുടെ ആരോഗ്യരംഗത്ത് ഇത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണെന്നും കൂടി ഞാൻ ഇവിടെ അറിയിക്കാനാണ്. ഇല്ല, നമ്മളുടെ സർവീസ് ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങള് നോബിൾ ഹോസ്പിറ്റലായിട്ടാണ് നടത്തുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഈ ഭക്ഷണം, താമസം, ഡോക്ടേഴ്സ്, നേഴ്സിംഗ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. എന്നാൽ ബൈസ്റ്റാൻഡറിന്റെ സർവീസ് വീട്ടുകാർ പേ ചെയ്യണം. കാരണം നമുക്ക് ഒരു ഓർഫനേജ് പോലെ ആക്കാൻ പറ്റില്ല. പിന്നെ മരുന്നും വീട്ടുകാർ കിട്ടും. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ തന്നെയാണ് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു 80-100 പേര് പറ്റില്ല. നമുക്ക് ബെഡും മിക്കവാറും ഉണ്ടാവില്ല. എല്ലാ പിന്നെ നമ്മൾ അനാഥരെ എടുക്കുന്ന ഒരു സ്ഥാപനമല്ല. ഏതാ എല്ലാ ഡോക്യുമെന്റ് അടക്കം. ഇപ്പൊ നമ്മള് പഞ്ചായത്തിലേക്ക് ഡെത്ത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആധാർ കാർഡ്, അത് അങ്ങനെയൊക്കെയുള്ള ക്രമങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു ചെറിയ ബുദ്ധിമുട്ട് ഇതിലുണ്ട്. അതായത് ചിലർക്ക് പ്രായമായിട്ട് മരിക്കാൻ കിടക്കുന്ന പലർക്കും ആധാർ കാർഡ് ഇല്ലാതെ വരുന്നവരൊക്കെ ഉണ്ട്. അവരുടെ ഡെത്ത് രജിസ്ട്രേഷൻ ചില സമയത്ത് ഈ ഓൺലൈൻ ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ വരാറുണ്ട്. അപൂർവമായിട്ട് ഒറ്റപ്പെട്ട് വരാറുണ്ട്. ബാക്കിയൊക്കെ കറക്റ്റ് ട്രാക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. 8075 44 99 29.